സമയം കൂടി ആയതുകൊണ്ട് ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പതിറ്റാണ്ടുകളുടെ പൊതുപ്രവർത്തന പാരമ്പര്യമാണ് ശ്രീ മധു മുല്ലശ്ശേരിക്ക് തിരുവനന്തപുരം ജില്ലയിൽ, പ്രത്യേകിച്ചും ചിറയൻകീഴ്, മുരുക്കുംപുഴ മേഖലകളിലൊക്കെ ഉള്ളതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തോടൊപ്പം വിവിധ സംഘടനാ ചുമതലകൾ വഹിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന നൂറുകണക്കിന് സഹപ്രവർത്തകർ ഇപ്പോഴും അദ്ദേഹവുമായിട്ട് ബന്ധം വയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള യാത്ര, BJP സംസ്ഥാന സമിതി അംഗം എന്നുള്ള തരത്തിൽ അദ്ദേഹം നടത്തുന്ന യാത്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് CPM-ൻ്റെ പല പ്രദേശങ്ങളിലും CPM-ന് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. നേതൃത്വത്തിൻ്റെ വഴിപിഴച്ച പോക്കിൽ മനമെടുത്ത നിരവധി സഖാക്കൾ ശ്രീ മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾക്ക് തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെയും കാട്ടിയിട്ടില്ലാത്ത തരത്തിൽ ആ പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുവാനും വേട്ടയാടുവാനാണ് ശ്രമിക്കുന്നത്. അത് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വാക്കുകൾ കൊണ്ട് പലപ്പോഴും പറഞ്ഞിരുന്നു. അതിന് ശ്രീ മധു മുല്ലശ്ശേരി തന്നെ ആദ്യ ദിവസങ്ങളിൽ മറുപടി പറഞ്ഞു. പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് കരുതി ഞങ്ങളതിന് വിട്ടുകളഞ്ഞു. അപ്പോൾ അതിലൊന്നും പതറാതെ ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വേവലാതിയിൽ പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ കള്ളക്കേസുകൾ കൊടുക്കുവാനാണ് CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. കല്ലുവച്ച നുണകളാണ് ഓരോ ദിവസവും പറയുന്നത്. അത് ഏറ്റുപറയാൻ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി കൂടുമ്പോൾ, അതിനവർ നിയമം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ശ്രീ മധു മുല്ലശ്ശേരിക്കെതിരെ കള്ളക്കേസുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ CPM വളരെ വലിയ വില തിരുവനന്തപുരം ജില്ലയിൽ കൊടുക്കേണ്ടി വരും. കള്ളക്കേസുകൾ ചമയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ ചില കേസുകൾ എടുക്കുന്നതുമായി ഞങ്ങൾക്ക് വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടപ്പോഴേക്കും അവരോട് വസ്തുതകൾ പറഞ്ഞു. ഇന്നലെ ചില മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചു. FIR എടുത്തിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചത്. ഇന്നിപ്പോൾ ചില പത്രങ്ങളിൽ ആ വാർത്ത വന്നിട്ടുമുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മധു മുല്ലശ്ശേരിയെ തകർക്കാൻ ശ്രമിച്ചാൽ, മാനസികമായി തളർത്താൻ ശ്രമിച്ചാൽ BJP എന്ന പ്രസ്ഥാനമാണ് അദ്ദേഹത്തെ BJP-യിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചത്. CPM നേതാക്കന്മാർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ബാക്കി അദ്ദേഹം പറയും. അതിനുശേഷം ചില പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, അക്കാര്യങ്ങൾ ഞാൻ പറയാം. ഇതുമായിട്ട് പറയുമ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ CPM-ൽ നിന്ന് വിട്ടതിന് ശേഷം നിരന്തരമായ ഇല്ലാക്കഥകൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് നിരന്തരമായി CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ സാമ്പത്തിക ആരോപണമാണ്, വേറെ ഒന്നും പറയാനില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ അടുത്തെല്ലാം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 30/1 കഴിഞ്ഞ് 1-ാം തീയതി 1 മണി വരെ ഞാൻ CPM-ന് കൊള്ളാമായിരുന്നു. എന്നാൽ 1-ാം തീയതി 1 മണിക്ക് ശേഷം CPM-ന് കൊള്ളാത്ത ആളായി, ആരോപണ വിധേയനായി നിൽക്കുന്നവനായി ആരോപണങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ഞാൻ ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി, കോടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായതിൽ അതിൽ നിന്ന് വ്യക്തമായ ഒരു തെളിവും ഇല്ലാത്തതിൻ്റെ ഭാഗമായി സമ്മേളനത്തിൽ ഞാൻ വിരിച്ച പൈസ കൊണ്ടുപോയി എന്നൊരു ആരോപണം വന്നു. അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. കേസിന് വ്യക്തമായ മറുപടി ഞാൻ ആറ്റിങ്ങൽ DSPക്ക് കൊടുത്തു. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ ഇന്നലെ ചില ചാനലുകളിൽ കൂടെ ഞാൻ അറിയാൻ കഴിഞ്ഞത്, മെനിങ്ങാന്ന് 7:30 മണിക്ക് CPM-ന്റെ നേതാക്കൾ അവിടെ ചെന്നിരുന്നു, നിർബന്ധിച്ച് മംഗലാപുരം CI കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തു. CI കേസെടുക്കാനായിട്ട് തയ്യാറായില്ല. എന്നാൽ മോളിൽ നിന്ന് വലിയ സമ്മർദ്ദം വന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പും പ്രകാരമാണ് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒരു ന്യായീകരണവും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന്? ഞാൻ ചെയ്ത തെറ്റ്
CPM നിന്ന് മാറി ദേശീയ പാർട്ടിയായ BJP യിൽ ചേർന്നു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ CPM നിന്ന് പോകുന്നവരെ ഇല്ലാതാക്കുക. എന്നാൽ CPM വരുന്നവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് കൂട്ടി നിർത്തുന്ന സമീപനമാണ് CPM നടത്തിയിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് AP അനിൽകുമാർ. ഇന്ന് കോൺഗ്രസിൽ നിന്ന് വന്ന നേതാവ് വലിയ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്, വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പം CPM വന്നാൽ കൊള്ളാം, CPM നിന്ന് പോയാൽ അവൻ കൊള്ളരുതാത്തവരായി. എനിക്ക് പറയാനുള്ളത്, സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അതിലൊരു സംഘാടക സമിതിയുണ്ട്. ആ സംഘാടക സമിതിയുടെ ചെയർമാൻ ഞാനല്ല, അതിൻ്റെ കൺവീനർ ഞാനല്ല. ₹1 ഞാൻ എൻ്റെ കൈപ്പടയിലോ ഞാൻ ഒപ്പിട്ട് കൊടുത്തോ ₹1 പോലും പിരിച്ചിട്ടില്ല. ഞാൻ ആദ്യം അവർ പറഞ്ഞത് 7 ലക്ഷം രൂപയാണ് പറഞ്ഞത്, പിന്നെ അത് 3 ലക്ഷം രൂപയായി. ഇപ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ് അവസാനം വന്നിട്ടുള്ള ഡിമാൻഡ്. എനിക്കെങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? ഞാൻ ഇന്ന് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. ഞാൻ എങ്ങനെ കൊടുക്കാനായിട്ട് കഴിയും? അപ്പം മാനസികമായി എന്നെ തളർത്തുക, അതിലൊന്നും തളർന്നു പോണ ഒരാളല്ല മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ. ഏതാണ്ട് 42 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് CPM നിന്ന് പലരും ഏരിയ സെക്രട്ടറിമാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുകയാണ്, ഈ ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവരെല്ലാം ഇല്ലായ്മ ചെയ്യും എന്നാണ് അവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് എന്നിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലാ കഥകൾ പറഞ്ഞ് കേസെടുക്കുക. നിങ്ങൾക്കറിയാം, സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ പെട്ടിയും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഈ ജോയിക്ക് മുമ്പ് പാർട്ടിയിൽ വന്ന ആളാണ് ഞാൻ. ജോയ് ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. എന്തിനാണ് ഞാൻ പെട്ടിയും കൊണ്ടുപോകുന്നത്? 8 കൊല്ലം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, അപ്പോൾ ഒരു പെട്ടിയും കൊടുത്തില്ല. 6 കൊല്ലം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയി, ഒരു പെട്ടിയും കൊടുത്തില്ല. അപ്പം പെട്ടി കൊടുക്കണമെങ്കിൽ ജോയിക്ക് മുമ്പുള്ള നേതാക്കൾക്ക് വലിയ പെട്ടി കൊടുക്കേണ്ടിയിരുന്നു. അവർക്ക് കൊടുത്തുല്ലോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ സാമ്പത്തിക ആരോപണം. ഒരു ഏരിയ സെക്രട്ടറിക്ക് എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഒരു ഏരിയ സെക്രട്ടറിക്ക് ഇത്ര രൂപ കിട്ടുമെങ്കിൽ, ഇത്രയും ഭീമമായ തുക കിട്ടുമെങ്കിൽ, ഇന്ന് ജില്ലാ സെക്രട്ടറിയായ ജോയിക്ക് എന്തുമാത്രം പൈസ കിട്ടും? അപ്പം ആ അനുഭവമായിരിക്കാം അദ്ദേഹം പറയുന്നത്. എനിക്ക് സാമ്പത്തികമായ ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കുന്നു. ഞാൻ ഒരു ഏരിയ സെക്രട്ടറി മാത്രമേ ആവൂ. ജില്ലാ സെക്രട്ടറി അങ്ങനെയാണ്. ജോയി എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റി നയിക്കുന്ന ഒരാളാണ്. ഭരണതലത്തിൽ MLA ആണ്. അപ്പം ജോയിക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം വീണ്ടും എല്ലാവരെയും എങ്ങനെ സംശയിക്കും. അതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കാര്യകാരണം പറയാനുള്ള, സഹിതം പറയാനുള്ള ഒരു ജാഗ്രത ജില്ലാ സെക്രട്ടറി എന്നുള്ളതിൽ ജോയി കാണിക്കും. ഞാൻ ഒരു പെട്ടിയും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ, പെട്ടി സ്പ്രേ കൊണ്ടുവന്നു, 50,000 രൂപ കൊണ്ടുവന്നു. 50,000 രൂപ കൊണ്ടുവന്നു അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയത്? 50,000 രൂപ ആയതുകൊണ്ടാണോ അദ്ദേഹം വാങ്ങാത്തത്? 50,000 രൂപയുടെ വില മാത്രമേ ജോയിക്കുള്ളൂ. 50,000 രൂപയാണെന്ന് എനിക്കറിയാനായിട്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ജോയി പറഞ്ഞതാണ്, സമ്മേളനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 50,000 രൂപ കൊണ്ടുവന്ന് പെട്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നു. എനിക്ക് ചോദിക്കാനുള്ള ജോയിയുടെ അടുത്ത് ഈ 50,000 രൂപയാണെന്ന് ജോയി എങ്ങനെ മനസ്സിലാക്കാൻ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും എനിക്ക് ജോയിയുടെ അതിൻ്റെ കാര്യമില്ല. ഞാൻ ജോയി വരുന്നതിന് മുമ്പ് പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അതിന് ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ സാഹചര്യത്തിൽ എന്തിനാണ് ജോയിക്കാൻ ഞാൻ പെട്ടിയും കൊണ്ടുപോകേണ്ട കാര്യം? അപ്പം ഇതെല്ലാം ആരോപണങ്ങൾ പറഞ്ഞ് എന്നെ ഇല്ലാതാക്കാമെന്നുള്ളൊരു തോന്നലാണ് ജോയിക്കുള്ളതെങ്കിൽ അത് തെറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ തീരുമാനം എടുക്കാനായിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടികളെക്കുറിച്ച് ഇദ്ദേഹം പറയും. ഈ പറയുന്ന ഒരു ആരോപണങ്ങളിലും ഒരു വാസ്തവമില്ല. ₹1 ഞാൻ പിരിച്ചിട്ടില്ല. കള്ളക്കേസ് എടുക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടില്ല. കള്ളക്കേസ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അത് അപ്രൂവ് ആവും, അല്ലെങ്കിൽ നാളെ അപ്രൂവ് ആവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോയിയുടെ ഒരു കളിയിലും പുറകോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം, ജോയിയുമായിട്ട് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ
90% സഹകരണ ബാങ്കുകളും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. വലിയ അഴിമതിയാണ് ആ മേഖലയിൽ നടക്കുന്നത്. വലിയ അഴിമതി. ആ അഴിമതി തിരുവനന്തപുരം ജില്ലയിലെ ബാങ്കുകളിലുണ്ട്. നിങ്ങൾ കാണുന്നതാണ്. ഞാൻ നേതൃത്വം കൊടുത്ത മംഗലാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിലുണ്ട്. നേതാക്കൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കുന്നില്ല. അത് തിരിച്ചടയ്ക്കണമെന്ന വ്യക്തമായ ഒരു തീരുമാനം എടുത്ത ഒരു ഏരിയ സെക്രട്ടറിയാണ് ഞാൻ. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത്. ആ തീരുമാനങ്ങളെല്ലാം ജോയിക്ക് എതിർപ്പായിരുന്നു. അപ്പൊ അഴിമതിക്ക് കൂട്ടുനിൽക്കുക, നുണ കേൾക്കുക, വിഭാഗീയ പ്രവർത്തനം നടത്തുക, ഇതാണ് ജോയിയുടെ ഒരു മുതൽക്കൂട്ടൽ. എനിക്ക് മുകളിൽ ആരും വളർന്നൂടാ. മംഗലാപുരം ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് മുകളിൽ ആരും വളർന്നൂടാ. അപ്പൊ സഹകരണ മേഖലയിൽ എടുത്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ തീരുമാനം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഭരണസമിതിയായിരുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. നിങ്ങൾ ചിലരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഭരണസമിതിയെ മാറ്റി നിർത്തി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണസമിതിയെ കൊണ്ടുവന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് ജോയി എന്ന് പറയുന്നത്. വലിയ അഴിമതിയല്ലേ സഹകരണ മേഖലയിൽ നടക്കുന്ന? ഒരു പരിശോധന നടത്തണ്ടേ? കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, തിരുവനന്തപുരം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ, ഇതിനെല്ലാം എതിരായി ഒരുപാട് പാർട്ടി പ്രവർത്തകർ എന്നോടൊപ്പം വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പാർട്ടി നേതാക്കൾ എന്നോടൊപ്പം വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വരുന്ന കാലഘട്ടത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം വരാനായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളർച്ചയുള്ള ഒരു പാർട്ടി BJP ആണ്. ഒരു സംശയമില്ല. ആ പാർട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് എല്ലാ വിധത്തിലും ഞാൻ നിൽക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ പറയാനുള്ളത്. ഞാൻ പിരിച്ചിട്ടില്ല. പ്രവർത്തകർ 3 ലക്ഷം രൂപയോളം പിരിച്ചതായി തന്നുവെന്നും നിങ്ങൾ മറ്റു വ്യവസായികളിൽ നിന്ന് പൈസ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആസിക്കും പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ട് പോലും അല്ല, ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. ഏതെങ്കിലും വ്യവസായിയിൽ നിന്ന് പൈസ പിരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ ആ വ്യവസായി വെറുതെ എനിക്ക് കൊണ്ട് തരുമോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ റെസിപ്റ്റ് കൊടുത്തു, എൻ്റെ കൈപ്പടയിൽ എഴുതി ആരെങ്കിലും പൈസ തന്നിട്ടുണ്ടെങ്കിൽ മംഗലാപുരം ഏരിയയിലെ ഏത് മുതലാളിക്കും പറയാം, ഏത് വ്യവസായിക്കും പറയാം. ഞാൻ നേരിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം. അവിടെ ഒരു സംഘാടക സമിതി എടുത്തു, അതിലൊരു ചെയർമാനുണ്ട്, അതിലൊരു കൺവീനറുണ്ട്. ആ കൺവീനറാണ് പൈസ പിരിച്ചിട്ടുണ്ട്. അല്ലാതെ 1 രൂപ പോലും ഞാൻ എൻ്റെ കൈപ്പടയിൽ പൈസ മേടിക്കുന്ന റെസിപ്റ്റ് കൊടുക്കണം. ആരെങ്കിലും റെസിപ്റ്റ് കൊടുക്കാതെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷേ ഏത് വ്യവസായിയുടെ കയ്യിൽ നിന്നും പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. അവിടെ ഇപ്പോൾ പരാതി പറയുന്ന പാർട്ടിക്ക് തെളിയിക്കാം. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഏത് മാനദണ്ഡത്തിലാണ് ഇവരിത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതൊക്കെ നിങ്ങൾക്ക് തിരക്കാം. പാർട്ടി നേതാക്കൾ പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുന്നില്ല. ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുന്നില്ല. അങ്ങനെ നിരവധി നേതാക്കൾ മംഗലാപുരം ഏരിയയിലുണ്ട്, ചിറയൻകീഴ് ഏരിയയിലുണ്ട്. ഒരു പരിശോധന നടത്തിയാൽ ചിറയൻകീഴ് സഹകരണ ബാങ്ക് ഒന്ന് പരിശോധിക്കണം. ചിറയൻകീഴ് സഹകരണ ബാങ്ക് പരിശോധിക്കണം. അവിടെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ അല്ലെങ്കിൽ ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലത്തിലെ പല സഹകരണ ബാങ്കുകളിലും വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടവ് കൊടുക്കുന്നില്ല. അതിന് ശക്തമായ എടുത്ത ഒരാളാണ് ഞാൻ. അതിന് കൂട്ടുനിന്ന ഒരു നേതാവാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടറി ജോയി. ആളുടെ പൈസ എടുത്ത് തിരിച്ചടയ്ക്കുന്നത്. അല്ല, മുൻകൂർ ജാമ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ജില്ലാ കോടതി സെഷൻ കൊടുത്തു. കിട്ടിയില്ലെങ്കിൽ അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. ആരോപണം പറയുമ്പോൾ തെളിയിക്കാനുള്ള ഒരു ബാധ്യതയോടെ ഈ ആരോപണം പറയുന്നവർക്ക് ഉണ്ടല്ലോ. ഇല്ല, അത്
ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയല്ലേ അവർ. ഒരു കാരണം അതുകൊണ്ടാണല്ലോ അവർ കേസെടുത്തത്. ഇന്ന് പല പോലീസ് ഓഫീസർമാരും ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഹൈക്കോടതിയിൽ കൊടുത്താൽ ഘോഷ് ചെയ്ത് കളയാൻ പറ്റിയ കേസാണിത്. എന്ത് മാനദണ്ഡത്തിലാണ് അവർ കേസെടുത്തത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്? അപ്പോൾ ഒരു കേസെടുക്കണം, എന്നെ മാനസികമായി തകർക്കണം, എന്നെ ഒരു ദിവസമെങ്കിലും അകത്തിരുത്തണം. അതല്ല ഇവർ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കേസ് കൊടുക്കുക? ജില്ലാ കോടതി. അല്ല, നിയമപരമായി നേരിടുമ്പോഴത്തേക്ക് എനിക്കും ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്നിവിടെ നിലവിൽ. ഇന്ന് BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയല്ലേ? ആ പ്രസ്ഥാനത്തിനോടൊപ്പമല്ലേ ഞാൻ നിൽക്കുന്നത്. അവർ നേരിടട്ടെ. അപ്പോൾ ശ്രീ മധു മുല്ലശ്ശേരിയുമായി ആദ്യ ദിവസങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ തന്നെ അദ്ദേഹം CPM ഉപേക്ഷിച്ചാണ് വരുന്നതെന്നും CPM ആശയപരമായും മറ്റു സംഘടനാപരമായും ഏറ്റവും ശക്തമായി CPMമായി വിയോജിച്ച് നിൽക്കുന്ന BJPയിലേക്കാണ് വരുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് അദ്ദേഹം വന്നത്. ആ ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അപ്പോൾ CPMൻ്റെ സ്വാഭാവികമായും കേരളത്തിലെ സ്വഭാവം അനുസരിച്ച് ആ പാർട്ടി വിട്ട് പോകുന്നവരെ CPM ഏതൊക്കെ തരത്തിൽ സാധിക്കുമോ ആ തരത്തിലൊക്കെ തന്നെ വകവരുത്തുകയാണ് പതിവ്. ശ്രീ മധു മുല്ലശ്ശേരിയുമായി ആദ്യ മണിക്കൂറുകളിൽ അദ്ദേഹം CPM രാഷ്ട്രീയം ഉപേക്ഷിച്ച് ആദ്യ മണിക്കൂറുകളിൽ BJPയിലേക്ക് അദ്ദേഹവും ആദ്യം ചർച്ച നടത്തിയ രണ്ട് നേതാക്കന്മാരാണ്. ഇത് ഒന്ന് ഹരീഷ് ശർക്കര, ചെറിയങ്കി മണ്ഡലം പ്രസിഡന്റ്, മറ്റൊന്ന് ആ മണ്ഡലത്തിൻ്റെ സംഘടനാ ചാർജുള്ള പോത്തങ്കോട് മുൻപ് ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കായിരുന്നു ബാലമുരളി. ഇവർ രണ്ടുപേരാണ് ആദ്യം മധുവിനായിട്ട് ചർച്ചകൾ ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ CPM ഏതൊക്കെ തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ, അതിപ്പോൾ നേരത്തെ ദീപു ചോദിച്ചതുപോലെ നിയമപരമായിട്ടായാലും ശാരീരികമായാലും രാഷ്ട്രീയമായാലും CPM അതിന് തുനിഞ്ഞാൽ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ, അതേ നാണയത്തിൽ നേരിടാൻ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ച് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ BJPയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത്. ഞങ്ങളുടെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചത്. ഒരു സംശയവും വേണ്ട, അത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ ആ നിലപാടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഇദ്ദേഹം BJPയിൽ ചേർന്ന ആ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് CPMൻ്റെ ജില്ലാ സമ്മേളനം തുടങ്ങിയിരുന്നില്ല. CPMൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സമ്മേളന പ്രതിനിധികളിൽ ചിലർ വരും നാളുകളിൽ BJPയിൽ ചേരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും CPMന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി മാറി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് നോൺ ബിലബിൾ ഒഫൻസിൽ അദ്ദേഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ശ്രീ M വിജയകുമാർ, അദ്ദേഹം തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തായിരുന്നു മധു മുല്ലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നത്. അപ്പോൾ M വിജയകുമാർ, അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ, അതിനുശേഷം ആനാവൂർ നാഗപ്പൻ, അങ്ങനെ 3 മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള 3 പേരോടൊപ്പം അദ്ദേഹം LC സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരെയും അദ്ദേഹം സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ട് അവരാരും പറഞ്ഞില്ല. ആദ്യം അദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്നത് ജോയ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴല്ല. അങ്ങനെയാണെങ്കിൽ ആ മുൻപുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിമാർ പറയട്ടെ, മധു മുല്ലശ്ശേരി വളഞ്ഞ വഴിയിലൂടെയാണ്, പാർട്ടി പ്രവർത്തനം നടത്താതെയാണ് ഈ 10-30 വർഷം ഞങ്ങളുടെ പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് അവർ പറയട്ടെ. പിന്നെ അദ്ദേഹം ചോദിച്ച റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, മാധ്യമപ്രവർത്തകർ മനസ്സിലായി കാണും. ഈ പെട്ടി തുറന്നു പോലും ഞാൻ നോക്കിയില്ല എന്ന് പറയുമ്പം ഈ ജോയിക്ക് എങ്ങനെയാണ് അതിനകത്ത് 50,000 രൂപയുണ്ടെന്ന് മനസ്സിലായത്? പെട്ടിയുടെ മുകളിൽ കൂടെ കണ്ടാൽ തന്നെ അകത്തിരിക്കുന്നത് അറിയാനുള്ള എന്തെങ്കിലും ദിവ്യ ശക്തി വല്ലതും ജോയിക്കുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ബൂത്തിൽ പുറകിൽ പോയതിനു ശേഷം CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ എന്തൊക്കെയോ തകർന്നിരിക്കുകയാണ്. ഒരു ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടാടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി നേരിടും, പ്രതിരോധിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടും. പിന്നെ 4-ാം തീയതി, ജനുവരി 4-ാം തീയതി
BJP മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം 4 മണിക്ക് ശനിയാഴ്ച ഈ മധു മുല്ലശ്ശേരിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. അതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.